ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന ലെസൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരത് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാർട്ട് 2ലേക്ക് വരാം. ആദ്യം തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ എന്നൊരു ഹെഡിങ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ്. PYQ ആണ് കേട്ടോ. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഡാഷ് ഏതാണ്? അഡ്രിനൽ ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറയുമ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ്. ഇനി അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമാണ് മെഡുല്ല. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം മെഡുല്ല എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമാണ് കോർട്ടെക്സ്. പുറം ഭാഗം കോർട്ടെക്സ്. ഇനി മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? എപ്പിനെഫ്രിനും അതുപോലെ നോർ എപ്പിനെഫ്രിനുമാണ് എന്ത് ചെയ്യുന്നത്? ഉൾഭാഗം, നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായിട്ടുള്ള മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ്റെ മറ്റൊരു പേരാണ് അഡ്രിനാലിൻ. അതുപോലെ നോർ എപ്പിനെഫ്രിൻ, അപ്പം നോർ അഡ്രിനാലിൻ എന്നും അതറിയപ്പെടുന്നുണ്ട്. ഇനി അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് ഏത്? എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ നടക്കുന്നത് മെഡുല്ലയിലാണ് അല്ലേ. അത് നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ലയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രണ്ട് ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. അതിൽ എപ്പിനെഫ്രിനാണ് അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് പിന്തിരിഞ്ഞോടാനും അതുമല്ലെങ്കിൽ അതിനോട് പോരാടാനും ഒക്കെ നമ്മളെ ഉത്തേജിപ്പിക്കുന്നത്. പിന്നെ വരുന്നത് നോർ എപ്പിനെഫ്രിൻ. അതെങ്ങനെയാണ്? എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഓർത്ത് വയ്ക്കേണ്ടത് ഇതാണ്, അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമാണ് മെഡുല്ല. മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഹോർമോണിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ കോർട്ടെക്സ്, നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമായിട്ടുള്ള കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, അതുപോലെ ലൈംഗിക ഹോർമോണുകൾ. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. ഇനി കോർട്ടിസോൾ എന്ന് പറയുമ്പോൾ എന്താണ്? മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം അതെന്താണ്? ഈ കോർട്ടിസോളിൻ്റെ ഒരു ധർമ്മമാണ്. ഇനി പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ എന്നിവയൊക്കെയാണ് കോർട്ടിസോളിൻ്റെ ധർമ്മങ്ങൾ. കോർട്ടിസോളിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ, ഇതൊക്കെ കോർട്ടിസോൾ ഹോർമോണിൻ്റെ ധർമ്മങ്ങളാണ്. ഇനി ആൽഡോസ്റ്റിറോൺ എന്ന് പറയുമ്പോൾ എന്താണ്? വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതും ആൽഡോസ്റ്റിറോണിൻ്റെ മറ്റൊരു ധർമ്മമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് ഏത്? ആൽഡോസ്റ്റിറോൺ. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാനായിട്ടും ആൽഡോസ്റ്റിറോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു ഹോർമോൺ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ലൈംഗിക ഹോർമോണുകൾ. ഇപ്പോൾ ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളാണ് ലൈംഗിക ഹോർമോണുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തിനെക്കുറിച്ചാണ്? അഡ്രിനൽ ഗ്രന്ഥിയുടെ രണ്ട് പാർട്സ് പറഞ്ഞു. ഉൾഭാഗമായിട്ടുള്ള മെഡുല്ലയും അതുപോലെ പുറം ഭാഗമായ കോർട്ടെക്സും. ഉൾഭാഗമായ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകളാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. അതുപോലെ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, മറ്റു ലൈംഗിക ഹോർമോണുകളും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? സിമ്പതറ്റിക് വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നത് എപ്പിനെഫ്രിൻ്റെയും നോർ എപ്പിനെഫ്രിൻ്റെയും പ്രവർത്തനത്തോടെയാണ്. ഈ ഹോർമോൺ പ്രവർത്തനം നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് വരുന്നത് ജൈവ ഘടികാരം എന്ന ഹെഡിങ്ങിൽ എന്താ പഠിക്കാനുള്ളതെന്ന് നോക്കാം. താളാത്മകമായ ശാരീരിക പ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഉറക്കവും ഉണരലും അല്ലേ. കൃത്യസമയമാകുമ്പോൾ നമുക്ക് എന്നും ഉറങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ഉറക്കം വരും. അതുപോലെ എന്നും എഴുന്നേൽക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഉണരുകയും ചെയ്യും. അപ്പോൾ താളാത്മകമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ഉറക്കവും ഉണരലും.
ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥിയാണ്. എവിടെയാണ് പൈനിയൽ ഗ്രന്ഥി കാണപ്പെടുന്നത്? മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് പൈനിയൽ ഗ്രന്ഥി കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ താളാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഏകോപനം ചെയ്യുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെലാട്ടോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത്. രാത്രികാലങ്ങളിൽ മെലാട്ടോണിന്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. മെലാട്ടോണിനെ കുറിച്ചാണ് പറയുന്നത്. മെലാട്ടോണിനെ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. എവിടെയാണെന്ന് കാണപ്പെടുന്നത്? മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് മെലാട്ടോണിൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. മെലാട്ടോണിൻ എന്ന ഹോർമോൺ, പിന്നെ നമ്മുടെ പൈനിയൽ ഗ്രന്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? രാത്രി കാലങ്ങളിൽ മെലാട്ടോണിന്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്തോ കുറവുമായിരിക്കും. ഇനി വളർച്ചയ്ക്ക് പിന്നിൽ അടുത്തൊരു ഭാഗത്തേക്ക് വരികയാണ്. നമ്മൾ അടുത്തൊരു ഗ്രന്ഥിയെക്കുറിച്ചാണ് നോക്കുന്നത്. ഓക്കെ, ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച. വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. നോക്കൂ, വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോണായിട്ടുള്ള സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ സൊമാറ്റോട്രോപ്പിനാണ് എന്ത്? വളർച്ചാ ഹോർമോൺ. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോണായിട്ടുള്ള സൊമാറ്റോട്രോപ്പിൻ. ഈ ഹോർമോണിന്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിൽ വളർച്ചയെ എപ്രകാരം ബാധിക്കുന്നു എന്നാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത് നോക്കാം. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടിയാൽ എന്ത് സംഭവിക്കും? ശാരീരിക വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥയാണ് ഭീമാകാരത്വം. സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടിയാലാണ് ഭീമാകാരത്വം ഉണ്ടാകുന്നത്. എന്നാൽ വളർച്ചാഘട്ടത്തിൽ ഇതിന്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ വളർച്ച മുരടിക്കുകയും വാമനത്വത്തിന് കാരണമാവുകയും ചെയ്യും. ഡാർവിനിസം. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവയിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യവും ഉണ്ടാകാം. ഇതിന്റെ പേരാണെന്ത്? എക്രോമെഗാലി എന്നത് മറ്റൊരവസ്ഥയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വാമനത്വം, ഭീമാകാരത്വം, എക്രോമെഗലി. PSC ചോദിച്ചിട്ടുള്ളതാണ്. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോണായിട്ടുള്ള സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുതലായിട്ടുണ്ടെങ്കിൽ ശരീരം എന്ത് ചെയ്യും? അമിതമായി വളരും. ആ ഒരു അവസ്ഥയാണ് ഭീമാകാരത്വം. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം, താടി, അതല്ലെങ്കിൽ വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുകയാണെങ്കിൽ അതാണ് എക്രോമെഗലി. എന്നാൽ വാമനത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കുറയുകയാണെങ്കിലാണ് അവിടെ വാമനത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇത് തമ്മിൽ ഭീമാകാരത്വവും എക്രോമെഗലിയും തമ്മിൽ മാറിപ്പോകരുത്. ഭീമാകാരത്വം എന്ന് പറയുമ്പോൾ എന്താണ്? വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുന്നതാണ്. ഇനി എക്രോമെഗലി എന്താണ്? എക്രോമെഗലി എന്ന് പറയുമ്പോൾ വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപ്പാദനം മൂലം നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങളിലെ അസ്ഥികൾ മാത്രം വളരുന്നു. പ്രത്യേകിച്ച് മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം, അതിനെയാണ് നമുക്ക് എക്രോമെഗലി എന്ന് പറയുന്നത്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയാണ് ട്രോപ്പിക് ഹോർമോണുകൾ. അതിനാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് അന്തസ്രാവി വ്യവസ്ഥയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മറ്റ് ഹോർമോണുകളുണ്ട്. അവയ്ക്ക് എക്സാമ്പിളാണ് ട്രോപ്പിക് ഹോർമോൺസ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണുകൾ അറിയപ്പെടുന്നതാണ് ട്രോപ്പിക് ഹോർമോൺ. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം നോക്കൂ. ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് പറയുന്നത്. ഓക്കെ, ട്രോപ്പിക് ഹോർമോണുകളെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ്? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇനി ACTH എന്താണ്? അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു. ഇനി വളർച്ചാ ഹോർമോണായിട്ടുള്ള സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. പ്രോലാക്റ്റിൻ എന്താണ്? മുലപ്പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവയുടെ ധർമ്മവുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. TSH, ACTH, GTH, സൊമാറ്റോട്രോപ്പിൻ, പ്രോലാക്റ്റിൻ.
TSH എന്താണ്? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അതുപോലെ തന്നെ ACTH അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോണാണ്. ഇനി GTH ഗൊണാഡോട്രോപ്പിക് ഹോർമോണാണ്. വളർച്ചാ ഹോർമോണായിട്ടുള്ള സൊമാറ്റോട്രോപ്പിനും ഉണ്ട്, പിന്നെ പ്രോലാക്റ്റിനും ഉണ്ട്. മുലപ്പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് പ്രോലാക്റ്റിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതോ TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ACTHO അഡ്രിനൽ ഗ്രന്ഥിയുടെ കോട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ACTH. GTH എന്താണ്? ഗൊണാഡോട്രോപ്പിക് ഹോർമോണാണ്. പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു. ഓക്കെ, ഇനി പ്രസവം, മുലയൂട്ടൽ, ജലസന്തുലനം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഭാഗത്ത് പഠിക്കാനായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ എന്തിനെ കുറിച്ചായിരുന്നു നോക്കണേ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഈ TSH, ACTH, GTH, പ്രോലാക്റ്റിൻ, അതുപോലെ വളർച്ചാ ഹോർമോണായിട്ടുള്ള സൊമാറ്റോട്രോപ്പിൻ. ഇനി പറയാനായിട്ട് പോകുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ്. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നോക്കൂ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഓക്സിറ്റോസിൻ, സ്രവിക്കുന്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനാണ് വീണ്ടും വീണ്ടും വായിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു സ്ഥലത്ത് നിന്നാണ്. ഹൈപ്പോതലാമസിലെ നാഡീകോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ സ്രവിക്കപ്പെടുന്ന എവിടെ നിന്നാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് ആണ് സ്രവിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പിന്തളത്തിൽ സംഭരിച്ചു വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുന്നത്. ഓക്കെ അല്ലേ? പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഈ രണ്ട് ഹോർമോണിൻ്റെ ഡ്യൂട്ടീസ് നോക്കണം. ഇത് PYQ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കണം. ഓക്സിറ്റോസിൻ എന്താണ്? ഓക്സിറ്റോസിൻ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. പ്രോലാക്റ്റിൻ എന്താ നമ്മൾ പറഞ്ഞത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്, മുലപ്പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഓക്സിറ്റോസിനോ അത് മുലപ്പാൽ ചുരത്താനാണ് സഹായിക്കുന്നത്. അതായത് ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കിയ ശേഷം മുലപ്പാൽ ചുരത്താൻ കൂടി സഹായിക്കുന്ന ഡ്യൂട്ടി ആർക്കുണ്ട്? ഓക്സിറ്റോസിനുണ്ട്. ഇനി അടുത്തത് ADH അഥവാ മൂത്രവിരുദ്ധ ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ADH എന്താണ്? ആന്റി ഡയൂറട്ടിക് ഹോർമോൺ, അല്ലെങ്കിൽ വാസോപ്രസിൻ എന്നൊരു പേര് കൂടി ഉണ്ട്. വാസോപ്രസിൻ അഥവാ ADHനെ മൂത്രവിരുദ്ധ ഹോർമോൺ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നത് വാസോപ്രസിൻ എന്ന ഹോർമോണാണ്. ഓക്കെ, ഇതാ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. രക്തത്തിൽ ജലത്തിൻ്റെ സാധാരണ അളവിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് നമ്മളുടെ രക്തത്തിൽ ജലത്തിൻ്റെ അളവ് കൂടിയെന്ന് വയ്ക്കും. ജലത്തിൻ്റെ അളവ് പെട്ടെന്ന് കൂടി. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യുന്നത്? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുകയാണ് ചെയ്യുന്നത്. രക്തത്തിൽ ജലത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണം കുറയുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും? മൂത്രത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യും അല്ലേ? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയാണെങ്കിൽ ആ സമയത്ത് മൂത്രത്തിൻ്റെ അളവ് കൂടും എന്നർത്ഥം. ഇനി അടുത്തത്, രക്തത്തിൽ സാധാരണ വേണ്ടത്ര ആ ഒരു ജലത്തിൻ്റെ പെർസെൻറ്റേജ് ഇല്ല എന്നുണ്ടെങ്കിൽ, കുറവാണെങ്കിൽ എന്താ ചെയ്യുക? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണം കൂടും. പുനരാകിരണം കൂടിക്കഴിയുമ്പോൾ മൂത്രത്തിൻ്റെ അളവ് സ്വാഭാവികമായിട്ട് കുറയുകയും ചെയ്യും. വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നതിനാൽ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും. PYQ ആണ് കേട്ടോ. ഈ അടുത്ത ഒരു എക്സാമിന് ചോദിച്ചതാണ്. വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നുണ്ട്, നമുക്കറിയാം. ആ സമയത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുകയാണ് ചെയ്യുക. എന്നാൽ മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നത്? സമ്മർ സീസണിൽ വാസോപ്രസിൻ്റെ അളവ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കുക. സമ്മർ സീസണിൽ വാസോപ്രസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യും. റെയിനി സീസണിൽ വാസോപ്രസിൻ്റെ അളവ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, PYQ ആണ്. ഇനി വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് ശരീരത്തെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് നോക്കിക്കോളൂ. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളുകയും ചെയ്യും. ഓക്കെ, ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്.
ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. PYQ ആണ്. എന്താണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്? വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുന്നു. വാസോപ്രസിന്റെ അളവ് കുറയുമ്പോൾ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. കൂടെയുള്ള മൂത്രവിസർജനം, കൂടിയ ദാഹം എന്നിവയൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. ഇനി ലൈംഗിക സവിശേഷതകൾക്ക് പിന്നിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അണ്ഡാശയവും വൃഷ്ണവും എന്ത് ചെയ്യുന്നുണ്ട്? ലൈംഗിക ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുമ്പോൾ പുരുഷന്മാരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അല്ലെ. വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. പുരുഷന്മാരിലെ ദ്വിതീയ ലൈംഗിക സവിശേഷതകളൊക്കെ പ്രകടമാകാനുള്ള കാരണം ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപ്പാദനമാണ്. അതായത് ശബ്ദമാറ്റം, രോമവളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ഇതിനെല്ലാം കാരണമായിട്ടുള്ള ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. പുരുഷന്മാരിൽ ദ്വിതീയ ലൈംഗിക സവിശേഷതകളായിട്ടുള്ള ശബ്ദമാറ്റം, രോമവളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ബീജോൽപാദനം എന്നിവയുടെയൊക്കെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഹോർമോൺ ആരാണ്? ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ്. വൃഷ്ണങ്ങളാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഈസ്ട്രജനെ കുറിച്ചും പ്രൊജസ്ട്രോണിനെ കുറിച്ചുമാണ് നോക്കാനുള്ളത്. പ്രൊജസ്ട്രോൺ. ഓക്കെ. അപ്പോൾ സ്ത്രീകളിൽ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവയുടെ നിയന്ത്രണം ഏത് ഹോർമോണാണ്? ഈസ്ട്രോജനാണ്. ഈസ്ട്രോജൻ. ഓക്കെ. സ്ത്രീകളിൽ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾക്ക് കാരണമാകുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ഈസ്ട്രോജനാണ്. ഇനി പ്രൊജസ്ട്രോൺ എന്താണ് ഡ്യൂട്ടി? പ്രൊജസ്ട്രോണും എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടോൽപാദനം, ആർത്തവചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ്? പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ. അപ്പോൾ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. പിന്നെ അണ്ടോൽപാദനത്തിനും ആർത്തവചക്രം ഈ രണ്ട് കാര്യങ്ങളും രണ്ട് ഹോർമോണും ഡ്യൂട്ടി ഉണ്ട്. ഏതൊക്കെയാണ്? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവ നിയന്ത്രിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുമ്പോൾ വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. പുരുഷ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. അവരുടെ ദ്വിതീയ ലൈംഗിക സവിശേഷതകളിലെല്ലാം കാരണമായിട്ടുള്ള ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷന്മാരിൽ ബീജോൽപാദനം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. സ്ത്രീകളിലേക്ക് വരുമ്പോൾ അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. സ്ത്രീകളിൽ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾക്ക് കാരണമാകുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവ നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. പിന്നെ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഇനി നമുക്ക് ഹൈപ്പോതലാമസിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. മസ്തിഷ്ക ഭാഗമായിട്ടുള്ള ഹൈപ്പോതലാമസ് അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ്. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ മസ്തിഷ്കത്തിന്റെ ഭാഗമായിട്ടുള്ള ഹൈപ്പോതലാമസ് ഒരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ്. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും ഒക്കെ നിയന്ത്രിക്കുന്നുണ്ട്. ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നുണ്ട്? വിവിധതരം റിലീസിംഗ് ഹോർമോണുകൾ അതുപോലെ ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവയൊക്കെ ഉൽപ്പാദിപ്പിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായി നിയന്ത്രിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇവിടെ മുഖ്യ നിയന്ത്രകൻ എന്നൊരു ഹെഡിൽ നമുക്കിത് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. അതൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. അപ്പോൾ ഹൈപ്പോതലാമസ് ഒരു ഓൾറൗണ്ടർ ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? വിവിധ തരം റിലീസിംഗ് ഹോർമോണുകൾ അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോണുകൾ ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായി നിയന്ത്രിക്കുന്ന ആളാണ് ആര്? ഹൈപ്പോതലാമസ്. ഓക്കെ. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഏതൊക്കെ? TSH, ACTSH, പിന്നെ GTH. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ഇനി ഇൻഹിബിറ്ററി ഹോർമോൺ എന്ന് പറയുമ്പോഴോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുകയും ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഇൻഹിബിറ്ററി ഹോർമോണുകൾ. അപ്പോൾ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നുണ്ട്? റിലീസിംഗ് ഹോർമോണിനെയും ഇൻഹിബിറ്ററി ഹോർമോണിനെയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായി നിയന്ത്രിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ചെയ്യുന്നത്. ഇനി നോക്കൂ. വിവിധതരം റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായി നിയന്ത്രിക്കുന്നു. മനസ്സിൽ പതിയാനാണ് ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇനി അടുത്തത് ആശയവിനിമയത്തിന് ഉതകുന്ന രാസസന്ദേശങ്ങൾ. എന്താണ് ഈ ഭാഗത്ത് പറയുന്നത്? നിശ്ചിത പാതയിലൂടെ ഉറുമ്പുകൾ വരിവരിയായി സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കളാണ് ഇതിന് കാരണം. ഇത്തരത്തിൽ ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടുകളിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറോമോണുകൾ. എന്താണ് ഫിറോമോണുകൾ? ആശയവിനിമയത്തിന് ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറോമോണുകൾ. ഫിറോമോണുകൾ എന്ന് പറയുന്നത് എന്താണ്? ആശയവിനിമയത്തിന് ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കപ്പെടുന്ന രാസവസ്തുക്കളെ
ജന്തുക്കളെയാണ് ഫിറോമോണുകൾ എന്ന് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഉദ്ദേശം? എന്തൊക്കെയാണ്? ഇണയെ ആകർഷിക്കുക, ഭക്ഷണ ലഭ്യത അറിയിക്കുക, സഞ്ചാരപാത നിർണ്ണയിക്കുക, അപകട സാധ്യത അറിയിക്കൽ എന്നിവയൊക്കെയാണ് ഫിറോമോണുകൾ ഉപയോഗിക്കുന്നത്. ഫിറോമോണുകൾ ജന്തുക്കൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെയാണ്? ഇണയെ ആകർഷിക്കാനായിട്ടും ഭക്ഷണ ലഭ്യത അറിയിക്കാൻ വേണ്ടിയിട്ടും സഞ്ചാരപാത നിർണ്ണയിക്കാനും അപകട സാധ്യത അറിയിക്കാനും ഒക്കെയാണ് ഫിറോമോണുകൾ ജന്തുക്കൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ജന്തുക്കളാണ്? തേനീച്ചകള്, ചിതലുകള്, അങ്ങനെയുള്ള ജീവികളൊക്കെ എന്താണ്? കോളനികളായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഫിറോമോണുകൾ ഉപയോഗിച്ചുള്ള രാസസന്ദേശങ്ങളാണ് അവർ കൈമാറുന്നത്. അതുപോലെ കസ്തൂരിമാനിലെ കസ്തൂരി, വെരുകിലെ സിവറ്റോൺ, പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറോമോണുകൾക്ക് ഉദാഹരണമാണ്. ഫിറോമോണുകൾക്ക് ഉദാഹരണം ഏത്, അല്ലെങ്കിൽ ഉദാഹരണം അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. കസ്തൂരിമാനിലെ കസ്തൂരി, വെരുകിലെ സിവറ്റോൺ, പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറോമോണുകൾക്ക് ഉദാഹരണമാണ്. ഇനി കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറോമോണുകൾ ഉപയോഗിച്ചുള്ള കീട നിയന്ത്രണ മാർഗം കൂടി അവലംബിച്ചു വരുന്നുണ്ട്. ഇനി സസ്യങ്ങളിലെ ഹോർമോണുകളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സസ്യങ്ങളിലെ ഹോർമോൺ എന്ന് പറയുമ്പോൾ സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സസ്യ ഹോർമോണുകളാണ്. ഇവ സസ്യ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നുകൂടി അറിയപ്പെടുന്നത് സസ്യങ്ങളിലെ ഹോർമോണുകളാണ്. സസ്യങ്ങളിലെ ഹോർമോണിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ സസ്യ വളർച്ചാ നിയന്ത്രക വസ്തു എന്നുകൂടി അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സസ്യങ്ങളിലെ ഹോർമോൺസ്? നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഗിബറിലിൻ. എന്താണ് ഗിബറിലിൻ? ഇല വിരിയാനും അതുപോലെ തന്നെ നോക്കൂ, സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നതും ഇല വിരിയാൻ സഹായിക്കുന്നതും ഗിബറിലിനാണ്. സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഗിബറിലിൻ. ഇല വിരിയാനും സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഗിബറിലിൻ. ഇനി അടുത്തൊരു ഹോർമോൺ ഏതാണ്? ഓക്സിൻ. ഏതാണ് ഓക്സിൻ? കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം, ഇതൊക്കെ ഓക്സിൻ എന്ന ഹോർമോണിന്റെ ധർമ്മങ്ങളാണ്. ഇനി സൈറ്റോകൈനിൻ. എന്താണ്? സൈറ്റോ എന്ന് പറയുമ്പോൾ സെല്ലുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം. എന്തൊക്കെയാണ്? കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകൈനിൻ. അടുത്തൊരു ഹോർമോൺ അബ്സസിക് ആസിഡ് ആണ്. ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, ഭാഗമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിയൽ, ഇതൊക്കെ എന്താണ്? അബ്സസിക് ആസിഡിന്റെ പ്രവർത്തനം മൂലം നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, ഭാഗമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിക്കാനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി എത്തിലിന്റെ പ്രത്യേകതയുണ്ട്. വാതക രൂപത്തിലുള്ള ഹോർമോണാണ് ഏത്? എത്തിലിൻ. ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, ഭാഗമായിട്ടുള്ള ഇലകൾ, കായ്കൾ എന്നിവ പൊഴിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അബ്സസിക് ആസിഡ് ആണെങ്കിൽ വാതക രൂപത്തിലുള്ള ഹോർമോണാണ് എത്തിലിൻ. ഇലകളും ഫലങ്ങളും പാകമാകൽ, കൂടിയ അളവിലായാൽ ഇലകളും പഴങ്ങളും പൊഴിക്കൽ, ഇതൊക്കെ എന്താണ്? എത്തിലിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഓക്കെ, സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവയുടെ ഉപയോഗം കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വളരെയധികം സഹായകമായി. ഇത്തരത്തിൽ ചില കൃത്രിമ സസ്യ ഹോർമോണുകൾ പരിചയപ്പെടുന്നു വന്നിട്ടുണ്ട്. സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞിട്ട് കൃത്രിമമായിട്ട് അതുപോലെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് കാർഷിക മേഖലയിലുടനീളം യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നോക്കിക്കോളൂ, ഓക്സിൻ, ഗിബർലിൻ, എത്തിലിൻ, അതുപോലെ അബ്സസിക് ആസിഡ്, പിന്നെന്താ വരുന്നത്? ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഓക്കെ, പിന്നെ നോക്കാം, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്സിനുകളെ കുറിച്ച്. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയാൻ വേണ്ടിയിട്ടും വേര് മുളപ്പിക്കാനായിട്ടും കളകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കാർഷിക മേഖലയിൽ എന്താണ്? കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഓക്സിനുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഗിബർലിന്റെ കേസ് വരുമ്പോൾ മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും മാർക്കറ്റിംഗ് സൗകര്യത്തിന് വേണ്ടി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടും ഗിബർലിൻ ഉപയോഗിക്കുന്നുണ്ട്. മുന്തിരി, ആപ്പിൾ എന്നിവയുടെ വലിപ്പം വർദ്ധിപ്പിക്കാനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയാനും ഗിബർലിൻ ഉപയോഗിക്കുന്നു. എത്തിലിൻ എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. എത്തിഫോൺ എന്ന പേരിൽ ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എഥിലിനായി മാറി റബ്ബറിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് റബ്ബർ മരങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് ഏത്? ഈ ഒരു പദാർത്ഥത്തിന്റെ പേര് നോക്കുക. ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന ഈ എത്തിഫോൺ എന്ന് പറയുന്ന ഒരു പദാർത്ഥം. ഇനി അബ്സസിക് ആസിഡ് പഴവർഗ്ഗങ്ങൾ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി റിവിഷൻ പ്ലാൻ അനുസരിച്ച് പഠിച്ച് എക്സാംസ് കൂടി ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. താങ്ക്